എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി പോർഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട പോകുന്നത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പൊ ഇവിടെ ഇത് ഞാൻ ആദ്യമായിട്ടൊരു എക്സാമ്പിളിന് വേണ്ടി ഒരു സീക്വൻസ് എഴുതി 3, 6, 9, 12 എക്സെട്രാ എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ്. 3ന്റെ ടേബിൾ ആയിട്ട് വരുന്ന ജസ്റ്റ് ഒരു സീക്വൻസ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ഇത് എത്ര വെച്ചാണ് ആഡ് ചെയ്ത് പോകുന്നത്? 3 വെച്ചാണ് കൂടി പോകുന്നത് അല്ലേ? 3നോട് 3 കൂട്ടിയാൽ 6 കിട്ടും, വീണ്ടും ഒരു 3 കൂട്ടിയാൽ 9 കിട്ടും, വീണ്ടും ഒരു 3 കൂട്ടിയാൽ 12 കിട്ടും, അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവിടെ എനിക്ക് ഈ 4ാമത്തെ ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാതെ 3 വെച്ച് കൂട്ടി എഴുതി കണ്ടുപിടിക്കാതെ ഒറ്റയടിക്ക് എങ്ങനെ 4ാമത്തെ ആളിനെ കണ്ടുപിടിക്കാം? ഇവിടെ ആദ്യത്തെ ടേം എത്രയാണ്? 3 ആണ് ഇല്ലേ? അതിനോട് 1, 2, 3 3 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടുമ്പോൾ അതിലോട്ട് എത്തും, 4ാമത്തെ ആളിലേക്ക് എത്തും ഇല്ലേ? ആദ്യത്തെ പദത്തോട് ഫസ്റ്റ് ടേമിനോട് 1, 2, 3 3 തവണ ഡിഫറൻസ് കൂട്ടുമ്പോൾ 4ാമത്തെ ടേമിലേക്ക് എത്തും ഇല്ലേ? അപ്പൊ 3നോട് 3 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടുമ്പോൾ അത് 4th ടേം ആയിട്ട് മാറും. ഈ 3 എവിടെ നിന്ന് വന്നു? ആദ്യത്തെ ആള്. ഈ 3 എവിടെ നിന്ന് വന്നു? 3 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടി. ഓക്കെ, ഇത് ഞാൻ ജനറൽ ആയിട്ട് പറയാം. എന്റെ കയ്യിൽ ഏതോ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, x1 എന്ന് വിളിക്കാം, x2, x3, x4 എക്സെട്രാ എന്ന് പറഞ്ഞു പോകും. ഈ ഓരോ ടേം എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്? x1നോട് ഒരു പ്രാവശ്യം ഡിഫറൻസ് കൂട്ടുമ്പോൾ x2 കിട്ടും, അതിനോട് വീണ്ടും ഒരു ഡിഫറൻസ് കൂട്ടുമ്പോൾ x3 കിട്ടും, വീണ്ടും ഒരിക്കൽ ഡിഫറൻസ് കൂട്ടിയാൽ x4 കിട്ടും, അടുത്ത x5 എന്ന് പറയുന്ന ടേം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ഡിഫറൻസ് കൂട്ടിയാൽ x5 കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ എനിക്ക് വേണ്ടത്, എനിക്ക് 1ാമത്തെ ടേം അറിയാം, x1 അറിയാം. എനിക്ക് എന്ത് വേണം? 5ാമത്തെ ടേം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? 1ാമത്തെ ടേമിനോട് 1, 2, 3, 4 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 5ാമത്തെ ആളിനെ കിട്ടും ഇല്ലേ? 4 ഡിഫറൻസ് കൂട്ടുമ്പോൾ x5 കിട്ടും. അങ്ങനെയെങ്കിൽ 2ാമത്തെ ആളോടാണെങ്കിലോ, x2നോടാണെങ്കിലോ 1, 2, 3 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടുമ്പോൾ x5ലേക്ക് എത്തും ഇല്ലേ? അപ്പോ നമ്മളിവിടെ ചിന്തിക്കാനുള്ള എത്രയേ ഉള്ളൂ, നമുക്ക് ഏതെങ്കിലും ഒരു ടേം അറിയായിരിക്കും. ചിലപ്പോൾ സീക്വൻസ് അറിയായിരിക്കാം, ചിലപ്പോൾ ഫസ്റ്റ് ടേം അറിയായിരിക്കും, ചിലപ്പോൾ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ടേം ആയിരിക്കും അറിയാവുന്നത്. അതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ട ആളിലേക്ക് എത്ര തവണ ആഡ് ചെയ്യണം, എത്ര തവണ ഡിഫറൻസ് ആഡ് ചെയ്യണം ചിന്തിക്കാം. ഇപ്പോൾ എക്സാമ്പിളിന് 4th ടേം തന്നിട്ടുണ്ട്, നമുക്കറിയാം. ഓക്കെ, നമുക്ക് 10th ടേം കണ്ടുപിടിക്കണം. ഓക്കെ, 4th ടേം നമുക്കറിയാം, 10th ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യും? 4ാമത്തെ ടേം അറിയാം, 10ലേക്ക് എത്തണം. 4നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 6 കൂട്ടിയാലല്ലേ? അതായത് 4th ടേമിനോട് 6 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടിയാൽ അത് എന്തായിട്ട് മാറും? 10th ടേം ആയിട്ട് മാറും. ഓക്കെ, ലോജിക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും പറയാം, 4th ടേം ഉണ്ട്, എനിക്ക് 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യുക? 4th ടേം 10th ആവാൻ എത്ര കൂടണം? 6 കൂടണം. 6 എന്താണ് കൂടേണ്ടത്? ഡിഫറൻസ് അല്ലേ? സീക്വൻസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് അല്ലേ കൂടി പോകുന്നത്. അപ്പൊ 4th ടേമിനോട് 6 ഡിഫറൻസ് കൂട്ടിയാൽ അതിലെത്തും, 10th ടേമിലെത്തും. അങ്ങനെയെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിളുകൾ നോക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിളിനായിട്ട് 3 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അങ്ങനെയെങ്കിൽ 7th ടേം എത്ര? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്ക് ആരെയാണ് അറിയാവുന്നത്? ഫസ്റ്റ് ടേമിനെയാണ് അറിയാവുന്നത്. ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? 7th ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റിനെ എങ്ങനെ 7th എത്തിക്കാം? 1ാമത്തെ ടേമിനോട് 2, 3, 4, 5, 6, 7 6 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടുമ്പോൾ അത് 7ലേക്ക് എത്തും ഇല്ലേ? ഫസ്റ്റ് ടേമിനോട് 6 ഡിഫറൻസ് കൂട്ടിയാൽ അതെന്താവും? 7th ടേം ആവും. ഓക്കെ, അതായത് 7th കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേം ആയ 3നോട് 6 പ്രാവശ്യം ഡിഫറൻസ്, 6d എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു ഡി, 6 ഇൻറ്റു 4 3 + 24 = 27. 7th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 27. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. 4th ടേം 7 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്. അങ്ങനെയെങ്കിൽ 11th ടേം എത്ര? എനിക്ക് അറിയാവുന്ന ആരാണ്? 4th ടേം ആണ്. കണ്ടുപിടിക്കേണ്ടത് ആരാണ്? 11th ടേം ആണ്. 4 എങ്ങനെ 11 ആകും? 4നോട് എത്ര കൂട്ടിയാൽ 11 ആകും ചിന്തിച്ചാൽ മതി. 4നോട് 7 കൂട്ടിയാൽ 11 ആകും ഇല്ലേ? അതായത് 4th ടേമിനോട്
7 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 11th ടേം കിട്ടും. 4th ടേം എത്രയാണ്? 7 പ്ലസ് 7d 7 ഇൻറ്റു 2 7 2 14 14 പ്ലസ് 7 21. അപ്പോൾ 11th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 21. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. 15th ടേം 18 15ാമത്തെ പദം എത്രയാണ്? 18. കോമൺ ഡിഫറൻസ് എത്രയാണ്? 12th ടേം എത്ര? എനിക്ക് അറിയാവുന്ന ആരാണ്? 15ാമത്തെ ആളാണ് ഇല്ലേ? കണ്ടുപിടിക്കേണ്ടത് ആരാണ്? 12th ടേം ആണ്. അപ്പൊ 15ാമത്തെ ആൾ എനിക്കറിയാം, 12നെ കണ്ടുപിടിച്ചത് ബാക്കിലേക്കാണ് വരേണ്ടത് അല്ലേ? 15ാമത്തെ ആൾ എന്റെ കയ്യിലുണ്ട്, 12ാമത്തെ ആളാണ് എനിക്ക് വേണ്ടത്. അപ്പൊ പിന്നിലേക്കാണ് വരേണ്ടത്. സോ 15ാമത്തെ ടേമിൽ നിന്നും 15th ടേമിൽ നിന്നും എത്ര കുറച്ചാൽ 12ലേക്ക് എത്തും? 3 പ്രാവശ്യം ഡിഫറൻസ് കുറച്ചാൽ 12th ടേമിലേക്ക് എത്തും. 15th ടേം 18 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ഇൻറ്റു 3 9 18 മൈനസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 9. ഓക്കെ, അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ടേം അറിയാമായിരിക്കും, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും അറിയാമായിരിക്കും. എല്ലാ ചോദ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു ടേമും നമുക്ക് അറിയാമായിരിക്കും, കോമൺ ഡിഫറൻസും അറിയാമായിരിക്കും. എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഇത്രയും ചിന്തിക്കുക. ഫസ്റ്റ് ടേം 7th ആകണം. അപ്പൊ എത്ര കൂടണം? 6 കൂടണം ഇല്ലേ? 1 7 ആകാനായിട്ട് 6 കൂടണം. 6 പ്രാവശ്യം എന്ത് കൂടണം? 6 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂടണം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് 4th ടേം 11th ആകണം. 4 എന്ന് പറയുന്നത് 11 ആവണം. സോ 4നോട് എത്ര കൂട്ടിയാൽ 11 കിട്ടും? 7 കൂട്ടിയാൽ 11 കിട്ടും. സോ 4th ടേമിനോട് 7 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടണം. അടുത്തായിട്ട് 15th ടേം എന്താവണം? 12th ടേം ആകണം. സോ 15 എങ്ങനെ 12 ആവും? 15ൽ നിന്ന് 3 കുറച്ചാൽ 12 കിട്ടും. അതായത് 15th ടേമിൽ നിന്നും 3 ഡിഫറൻസ് കുറച്ചാൽ എന്ത് കിട്ടും? 12th ടേം കിട്ടും. ഓക്കെ, അതിന്റെ കോൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ടെക്സ്റ്റിലെ ചോദ്യങ്ങളിലേക്ക്. ഇവിടെ ചോദ്യം, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1 11 21 എക്സെട്ര. അപ്പോൾ 1 11 21 എന്ന് പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്റെ ചോദ്യം 25ാമത്തെ ടേം എത്ര എന്നാണ് ഇല്ലേ? നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കുക എന്താണ്? അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏതൊരു ചോദ്യം വന്നാലും ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് അടുത്തുള്ള ആൾക്കാരെ അറിയാലോ ഇല്ലേ? ഫസ്റ്റ് ടേം അറിയാം, സെക്കൻഡ് ടേം അറിയാം. സോ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. 11 1 കുറച്ചാൽ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ എവരെയും കുറയ്ക്കാം. 21 11 കുറച്ചാൽ എത്ര തന്നെ കിട്ടും? 10 തന്നെ കിട്ടും. ഒരു മാറ്റവും ഇല്ല. അടുത്തടുത്തുള്ള രണ്ടുപേരെ തമ്മിൽ അങ്ങനെ എന്ത് ചെയ്യുക? കുറയ്ക്കാം. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? 25th ടേം ആണ് വേണ്ടത്. ഓക്കെ, എന്റെ കയ്യിൽ ആരുണ്ട്? ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ആൾക്കാരുണ്ട്. ഞാൻ ഒന്നാമത്തെ ആളിനെ വെച്ച് കണക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ടേമിന് ഞാൻ എടുത്തു. എന്റെ കയ്യിൽ ഫസ്റ്റ് ടേം ഉണ്ട്. എനിക്ക് എത്രാമത്തതിന് വേണം? 25ാമത്തെ ടേം വേണം. ഫസ്റ്റ് ടേമിനോട് എത്ര കൂട്ടിയാൽ 25 കിട്ടും? 1നോട് 24 കൂട്ടിയാലാണ് 25 കിട്ടുന്നത് അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേമിനോട് 24 ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും? 25ാമത്തെ ടേം കിട്ടും. ഓക്കെ, 1നോട് 24 കൂട്ടിയാൽ 25 കിട്ടും. നമ്മുടെ സീക്വൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടേമിനോട് 24 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും? 25ാമത്തെ ടേം കിട്ടും. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 പ്ലസ് 24 ഇൻറ്റു ഡി എത്രയാണ്? 10. 1 പ്ലസ് 24 ഇൻറ്റു 10 240. 1 പ്ലസ് 240 241. ഓക്കെ, ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The 10th term of an arithmetic sequence is 46. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 10th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. അതുപോലെ തന്നെ 11th ടേം is 51. 11ാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 51 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ പദം എത്രയാണ്? അതുപോലെ തന്നെ ആദ്യത്തെ 5 പേരെ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിയേ, 10ാമത്തെ ആളും 11ാമത്തെ ആളുമാണ് തന്നേക്കുന്നത്. 10ാമത്തെ ടേമും തന്നിട്ടുണ്ട്, 11ാമത്തെ ടേമും തന്നിട്ടുണ്ട്. ഇത് രണ്ടും അടുത്തടുത്തല്ലേ? 10ാമത്തെ കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്നതല്ലേ 11ാമത്തെ ആള്? അതായത് എനിക്ക് തന്നിരിക്കുന്നത് അടുത്തടുത്തുള്ള ആൾക്കാരെയാണ്. അടുത്തടുത്തുള്ള ആൾക്കാരെയാണ് തന്നിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ആളിൽ നിന്ന് ഒന്നാമത്തെ ആളിനെ കുറച്ചാൽ മതി. 51 മൈനസ് 46 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒന്നാമത്തെ ആളിനെ കണ്ടുപിടിക്കണം. നോക്കേ, ഫസ്റ്റ് ടേം അതെനിക്ക് കണ്ടുപിടിക്കണം. എന്റെ കയ്യിൽ ആരുണ്ട്? 10th ടേം ഉണ്ട്, 11th ടേം ഉണ്ട്. ഞാൻ തൽക്കാലം 10th ടേമിന് എടുത്തു. 10th ടേം. 10ാമത്തെ ആളെ എനിക്കറിയാം. എനിക്ക് ഒന്നാമത്തെ ആളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ
10ാമത്തെ ആളിൽ നിന്ന് 9 കുറച്ചാലല്ലേ 1 കിട്ടത്തുള്ളൂ അല്ലേ? 10ൽ നിന്ന് 9 കുറച്ചാലേ 1 കിട്ടത്തുള്ളൂ. അപ്പോൾ 10th ടേമിൽ നിന്ന് 9 പ്രാവശ്യം ഡിഫറൻസ് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. സോ 10th ടേം മൈനസ് 90. ഓക്കെ, സോ 10th ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. സോ 46 മൈനസ് 9 ഇൻറ്റു 5 എത്രയാണ്? 45. ആൻസർ 1 എന്ന് കിട്ടും. സോ എന്റെ ഫസ്റ്റ് ടൈം കിട്ടി 1. ഇനി രണ്ടാമത്തെ ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 5 പേരെ കണ്ടുപിടിക്കുക എന്നാണ്. ആദ്യത്തെ ആള് 1 ആണ്, കോമൺ ഡിഫറൻസ് 5 ആണെന്ന് എനിക്കറിയാം. സോ 5 വെച്ച് കൂട്ടി കഴിയാൽ പോലെ. ആദ്യത്തെ 1 ആണെങ്കിൽ ഇതിനോട് 5 കൂട്ടിയാൽ എത്ര കിട്ടും? 6. വീണ്ടും ഒരു 5 കൂട്ടിയാൽ എത്ര കിട്ടും? 11. വീണ്ടും ഒരു 5 കൂട്ടിയാൽ 16. വീണ്ടും ഒരു 5 കൂട്ടിയാൽ 21. സോ ഇതാണ് എന്റെ ആദ്യത്തെ 5 ടേമുകൾ, 5 സംഖ്യകൾ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ടേം വെച്ചിട്ട് ഇതില് 10th ടേം വെച്ച് വേണമെങ്കിലും കണക്ക് ചെയ്യാം, 11th ടേം വെച്ച് വേണമെങ്കിലും കണക്ക് ചെയ്യാം. ആരെയാണ് ഞാൻ എടുക്കുന്നത്, ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, അത് രണ്ടും എഴുതിയതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ചോദ്യത്തില് ഫസ്റ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്, 10th ടൈം വെച്ച് ചെയ്യാനാണ് ഞാൻ കണക്കെടുത്തത്. ഓക്കെ, 10th ടൈം എഴുതി കഴിഞ്ഞാൽ 10th ഫസ്റ്റ് ആകാൻ എന്ത് ചെയ്യണം? 9 പ്രാവശ്യം കുറയ്ക്കണം, 9 പ്രാവശ്യം ഡിഫറൻസ് കുറയ്ക്കണം. സോ 10th ടൈം മൈനസ് 90 വാല്യൂ കൊടുക്കുമ്പോൾ ആൻസർ ആയി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 100, 95, 90 എക്സെട്ര. ഓക്കെ, 100, 95, 90 എന്ന് പറഞ്ഞു പോകുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ 21ാമത്തെ ആൾ ആരാണ്? 21st ടൈം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 21st ടൈം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ ആളിൽ നിന്നും 1ാമത്തെ ആളിനെ കുറയ്ക്കുക. ഇവിടെ പൊതുവെ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, വലുതിൽ നിന്ന് ചെറുതം കുറയ്ക്കും. ഇവിടെ പെട്ടെന്ന് പറഞ്ഞിട്ട് 100ൽ നിന്ന് 95 കുറച്ച് 5 എഴുതി വയ്ക്കും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും രണ്ടാമത്തെ ആള്, അത് വലുതാവട്ടെ ചെറുതാവട്ടെ, രണ്ടാമത്തെ ആളിൽ നിന്ന് 1ാമത്തെ ആളിനെ കുറയ്ക്കാം. 95ൽ നിന്ന് 100 കുറയ്ക്കാം. കുറയ്ക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ തിരിച്ചു കുറയ്ക്കും. 100ൽ 95 കുറച്ചാൽ 5. ഞാൻ തിരിച്ചല്ലേ കണക്ക് ചെയ്തത്, അപ്പൊ ആൻസറിൽ ഒരു മൈനസ് വരും. ഓക്കെ, കിടന്ന ഓർഡറിലല്ലോ ഞാൻ ചെയ്തത്, തിരിച്ചല്ലേ ചെയ്തത്, അപ്പൊ ആൻസറിൽ ഒരു മൈനസ് വരും. ഓക്കെ, ഇനി അല്ലാതെ മൈനസ് ചിഹ്നങ്ങളുടെ റൂൾ അറിയാന്നുള്ളവര് അത് ഓർമ്മിച്ച് ചെയ്യുക. ഇതിപ്പോ പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക്, സൈനിന്റെ റൂൾ അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടതാണ് 21st ടേം ആണ് വേണ്ടത്. എന്റെ കയ്യിൽ ആരുണ്ട്? ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്. ഞാനിപ്പോ ഫസ്റ്റ് ടേം വെച്ച് കണക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേം എന്റെ കയ്യിലുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? 21st ടേം, 21ാമത്തെ ആളിനാണ് വേണ്ടത്. 1ാമത്തെ ആൾ എന്റെ കയ്യിലുണ്ട്. 1ാമത്തെ ആളിനോട് 1 എന്ന് പറയുന്ന സംഖ്യ 21 ആകണമെങ്കിൽ എത്ര കൂട്ടണം? 1നോട് 20 കൂട്ടിയാലാണ് 21 കിട്ടുന്നത് അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേമിനോട് 20 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും? 21ാമത്തെ ടേം കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേമിനോട് 20 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടാം. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടേമിനോട് 20 പ്രാവശ്യം ഡിഫറൻസ് കൂട്ടിയാൽ എന്താകും? 21ാമത്തെ ടേം ആകും. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 100 പ്ലസ് 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? -5. ചിഹ്നം തെറ്റരുത്, മൈനസ് ഉൾപ്പെടെ എടുക്കാം. അപ്പൊ 100 പ്ലസ് 20 ഇൻറ്റു 5 എത്രയാണ്? 100. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, സോ മൈനസ് ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തു. പ്ലസും മൈനസും എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. 100 മൈനസ് 100 എത്രയാണ്? 0. അതായത് ഈ സീക്വൻസിലെ 21ാമത്തെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് എടുക്കുക. എന്റെ കയ്യിലുള്ള ഒരാളിനെ എടുക്കുക, അതിൽ നിന്ന് ചിന്തിക്കാം ഈ നമ്പർ ആകാനായിട്ട് എന്ത് ചെയ്യണം. ചില കേസിൽ കൂട്ടേണ്ടി വരും, ചില കേസിൽ കുറയ്ക്കേണ്ടി വരും. അത് ക്വസ്റ്റ്യനിലെ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത ചോദ്യം കൂടി ചെയ്യാം. 4ാമത്തെ ചോദ്യം, 10th ടേം ഓഫ് an arithmetic sequence is 56 and 11th ടേം is 51. അപ്പോൾ 10ാമത്തെ ടേം 56 ആണ്, 11th ടേം 51 ആണ്. 10ാമത്തെ ആൾ 56, 11ാമത്തെ 51. അങ്ങനെയെങ്കിൽ ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? റൈറ്റ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ പദം എത്രയാണ്? അതുപോലെ ആദ്യത്തെ 5 പേരെ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, 10ാമത്തെ ആളും 11ാമത്തെ ആളും അടുത്തടുത്തുള്ള ആൾക്കാരല്ലേ തന്നിരിക്കുന്നത് ഇല്ലേ? 10ാമത്തെ ടേം 10ാം പദവും 11ാം പദവും അടുത്തുള്ള ആൾക്കാരല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 11ാമത്തെ ആളിൽ നിന്ന് 10ാമത്തെ ആളിനെ കുറച്ചാൽ മതി. രണ്ടാമത്തെ ആളിൽ നിന്ന് 1ാമത്തെ ആൾ. സോ 51 മൈനസ് 56
കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ തിരിച്ചു കുറയ്ക്കുന്നു. 56-ൽ നിന്ന് 51 കുറയ്ക്കുന്നു. എത്ര കിട്ടും? 5 കിട്ടും. തിരിച്ചല്ലേ ചെയ്ത്, അതുകൊണ്ട് ആൻസറിൽ ഒരു മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ആരാണ്? ഫസ്റ്റ് ടേം ആണ് വേണ്ടത്. സോ ഫസ്റ്റ് ടേം നമ്മുടെ മുകളിലേക്ക് ചെയ്യാം. ഫസ്റ്റ് ടേം എന്റെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? 10th ടേം ഉണ്ട്, 11th ടേം ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുക്കാൻ ചെയ്യാനായിട്ട് 10th വെച്ച് വേണമെങ്കിലും കണക്ക് ചെയ്യാം, 11th വെച്ച് വേണമെങ്കിലും കണക്ക് ചെയ്യാം. ഞാനിപ്പോൾ 10th എടുക്കാം. ഓക്കെ, 10th ടേം എടുത്തു. ഏത് ചെയ്താലും ആൻസർ ഒന്ന് തന്നെ വരും, അതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ടേം ഈക്വൽ ടു 10th ടേം ഞാൻ എഴുതി. 10th ടേമിനെ എന്ത് ചെയ്താൽ അത് ഫസ്റ്റ് ടേമിലേക്ക് എത്തും? 10th ടേമിൽ നിന്ന് 9 കുറച്ചാൽ, 10ൽ നിന്ന് 9 കുറച്ചാലല്ലേ ഒന്നിലേക്ക് എത്തൂ, അല്ലേ? 10ൽ നിന്ന് 9 കുറച്ചാൽ അതിലേക്ക് എത്തും. സോ 10th ടേമിൽ നിന്ന് 9 ഡിഫറൻസ് കുറച്ചാൽ ഫസ്റ്റ് ടേമിലേക്ക് എത്തും. സോ 10th ടേം മൈനസ് 9d. ഓക്കെ, ചിന്തിക്കേണ്ടേ ഇത്രേ ഉള്ളൂ. 10ൽ നിന്ന് എത്ര കുറച്ചാൽ ഒന്നെത്തും? 9 കുറച്ചാൽ. ഇവിടെ എഴുതുമ്പോൾ 9 ഡിഫറൻസ് കുറച്ചാൽ. അങ്ങനെയെങ്കിൽ 10th ടേം എത്രയാണ്? 56 മൈനസ് 9 ഇൻറ്റു ഡിഫറൻസ് എത്രയാണ്? -5 ചിഹ്നം ഉൾപ്പെടെ എഴുതാം. ഓക്കെ, 56 9 ഇൻറ്റു 5 45 മൈനസ് ഇൻറ്റു മൈനസ് -9 ഇൻറ്റു -5 ആയിരുന്നു അല്ലേ? 9 ഇൻറ്റു നമ്മൾ 45 എഴുതി, മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. 56 45 എത്രയാണ്? 50 90 101. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 101 ആണ്. ഇനി നമുക്കിവിടെ എന്തുകൂടി കണ്ടുപിടിക്കണം? ആദ്യത്തെ 5 ടേം കൂടി വേണം അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേം എത്രയെന്ന് അറിയാം? 101 ആണെന്ന് നമുക്കറിയാം. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? -5 ആണ് അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. സോ കുറച്ചുകൂടെ എഴുതാം. വെറും 5 ആയിരുന്നു എങ്കിൽ കോമൺ ഡിഫറൻസ് കൂട്ടി എഴുതും. ഇവിടെ ഇപ്പൊ -5 ആയതുകൊണ്ട് കോമൺ ഡിഫറൻസിനെ കുറച്ച് എഴുതും. സോ 101-ൽ നിന്നും 5 കുറയ്ക്കുക. 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 96. വീണ്ടും ഒരു 5 കുറയ്ക്കുക, 91. വീണ്ടും ഒരു 5 കുറയ്ക്കുക, 86. വീണ്ടും ഒരു 5 കുറയ്ക്കുക, 81. സോ ആദ്യത്തെ 5 പേരെ കിട്ടി. 101, 96, 91, 86, 81. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ എക്സസൈസിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ 4 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ചെറിയ നമ്പേഴ്സുകളാണ് ഇല്ലേ? 10 എങ്ങനെ 1 ആയി, 4 എങ്ങനെ 7 ആയി, അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് സൈഡിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിൽ തന്നെ ചിന്തിക്കാം. ഇല്ലെങ്കിൽ ഇനി പ്രയാസമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈവറിലെടുത്ത് എണ്ണി നോക്കിയാലും മതി. ഇനി അതല്ല അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു സൈഡിൽ വേണമെങ്കിൽ എഴുതി ചെയ്ത് നോക്കാം. 10 ഈ 9 എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചെയ്യാനായിട്ട് 10 - 1 ചെയ്താൽ മതി 9. ഓക്കെ, അത് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ചിന്തിച്ച് ശീലിക്കുക. ഓക്കെ, ചെറിയ നമ്പറുകളാണ്. അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ശീലിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ കണക്ക് എളുപ്പമായിട്ട് തോന്നും. എല്ലാം പേപ്പറിൽ എഴുതി ഇങ്ങനെ, അതായത് ഈ ചെറിയ കുറയ്ക്കുന്ന കണക്കുകളും കൂട്ടുന്നതും എല്ലാം പേപ്പറിൽ ചെയ്യുമ്പോഴാണ് ഒരുപാട് കണക്കുള്ളതുപോലെ തോന്നുന്നത്. ഇത് ബേസിക് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതുമ്പോൾ വളരെ സിമ്പിൾ സ്റ്റെപ്പ്. ഇവിടെ ഇപ്പോൾ എത്ര സ്റ്റെപ്പ് വേണ്ടി വരുന്നു? ഒരു 4 സ്റ്റെപ്പിൽ ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി പോർഷനുമായിട്ട് മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.